ഇനി 4G മൊബൈൽ റേഞ്ച് ലഭിക്കാത്ത പ്രശ്നം മറന്നേക്കൂ. ലഭ്യമായ നെറ്റ്വർക്ക് പ്രൊവൈഡർമാർ വഴി മൊബൈൽ ഫോണിൽ റേഞ്ച് ലഭിക്കും. കേന്ദ്ര സർക്കാർ പുതുതായി അവതരിപ്പിച്ച ഇന്റർ സർക്കിൾ റോമിംഗ് ഫീച്ചർ വഴിയാണ് ഈ സൗകര്യം ഉപഭോക്താക്കളിലേക്ക് എത്തുന്നത്. ജിയോ, BSNL, എയർടെൽ ഉപഭോക്താക്കൾക്ക് അവരുടെ സ്വന്തം സിമ്മിൽ സിഗ്നൽ നഷ്ടപ്പെടുമ്പോൾ ലഭ്യമായ ഏത് നെറ്റ്വർക്കിലും ഇപ്പോൾ കോളുകൾ ചെയ്യാം. ജനുവരി 17-ന് ഡിജിറ്റൽ ഭാരത് നിധിയുടെ ധനസഹായത്തോടെ നടത്തിയ 4G മൊബൈൽ സൈറ്റുകൾ പ്രദർശിപ്പിക്കുന്ന പരിപാടിയിലാണ് ഈ സൗകര്യം സർക്കാർ അവതരിപ്പിച്ചത്. ചുരുക്കത്തിൽ ഏത് നെറ്റ്വർക്കിൽ നിന്നുള്ള ഉപഭോക്താക്കൾക്കും ഒരൊറ്റ DBN ഫണ്ട് ടവർ വഴി 4G സേവനങ്ങൾ ആക്സസ് ചെയ്യാൻ കഴിയും. ടെലികമ്മ്യൂണിക്കേഷൻ സേവനദാതാക്കളെ സർക്കാർ ഫണ്ടഡ് മൊബൈൽ ടവറുകളിൽ ഇൻഫ്രാസ്ട്രക്ചറുകൾ പങ്കിടുവാൻ അനുവദിക്കുന്നതിലൂടെ വ്യത്യസ്ത നെറ്റ്വർക്കുകളിൽ നിന്നുള്ള ഉപഭോക്താക്കൾക്ക് ഒരേ ടവറിൽ നിന്ന് 4G കണക്ടിവിറ്റി ആസ്വദിക്കാൻ സാധിക്കും. ഇതുവഴി ഓരോ പ്രൊവൈഡർമാർക്കും ഒന്നിലധികം ടവറുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യകത ഇല്ലാതെയാകും. ഏകദേശം 27,000 ടവറുകൾ ഉപയോഗിച്ച് 35,400-ലധികം ഗ്രാമങ്ങളിൽ 4G കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ ഈ സംരംഭം ലക്ഷ്യമിടുന്നു. യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ടിന് പകരമായാണ് കേന്ദ്ര സർക്കാർ ഡിജിറ്റൽ ഭാരത് നിധി അവതരിപ്പിച്ചത്. DBNൽ കീഴിൽ ശേഖരിക്കുന്ന ഫണ്ടുകൾ ഗ്രാമീണ നഗരപ്രദേശങ്ങളിൽ ടെലികമ്മ്യൂണിക്കേഷൻ സേവനങ്ങൾ കാര്യക്ഷമമായി ലഭ്യമാക്കാനും ടെലികമ്മ്യൂണിക്കേഷൻ സേവനങ്ങൾ, സാങ്കേതിക വിദ്യകൾ, ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഗവേഷണത്തിനും വികസനത്തിനുമായി ഉപയോഗിക്കുന്നു. സ്ത്രീകൾ, സാമ്പത്തികമായും സാമൂഹികമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ തുടങ്ങിയ സമൂഹത്തിലെ താഴ്ന്ന വിഭാഗങ്ങൾക്ക് ടെലികമ്മ്യൂണിക്കേഷൻ സേവനങ്ങൾ നൽകുന്നതിനുള്ള പദ്ധതികൾക്കും DBN ധനസഹായം നൽകാറുണ്ട്. ഈ ഫീച്ചറിനോടൊപ്പം കേന്ദ്രമന്ത്രി ശ്രീ ജ്യോതിരാദിത്യ സിന്ധ്യ സഞ്ചാർ സാത്തി മൊബൈൽ ആപ്പും ദേശീയ ബ്രോഡ്ബാൻഡ് മിഷൻ 2.0യും അവതരിപ്പിച്ചിരുന്നു. രാജ്യത്തുടനീളമുള്ള 1.7 ലക്ഷം ഗ്രാമങ്ങളെ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയുമായി ബന്ധിപ്പിക്കുക എന്നതാണ് NBM 2.0യുടെ പ്രാഥമിക ലക്ഷ്യം. ഇതിനോടൊപ്പം 100 MB/s എന്ന കുറഞ്ഞ നിശ്ചിത ബ്രോഡ്ബാൻഡ് ഡൗൺലോഡ് വേഗതയും കൈവരിക്കാൻ കൂടി ലക്ഷ്യമിടുന്നുണ്ട്. നിലവിൽ DBNന്റെ പിന്തുണയോടെ ടവർ സ്ഥാപിച്ചിട്ടുള്ള ടെലികോം സർവീസ് പ്രൊവൈഡർമാരിൽ നിന്നുള്ള സേവനങ്ങൾക്ക് മാത്രമേ ഈ ഫീച്ചർ ലഭ്യമാകുകയുള്ളൂ. അതായത് മറ്റ് ടെലികോം കമ്പനികളിൽ നിന്നുള്ള വരിക്കാർക്ക് ഈ ഫീച്ചർ ആക്സസ് ചെയ്യാൻ കഴിയില്ല.